വിഷു വരവായി. വിഷുവിന് ഏറ്റവും പ്രാധാന്യമുള്ള ഒന്ന് തന്നെയാണ് വിഷുക്കണി എന്ന് പറയുന്നത്. വിഷുക്കണി എങ്ങനെ ഒരുക്കേണ്ടതെന്ന് ഇപ്പോഴും പലർക്കും അറിയില്ല. മേടമാസം 1-ാം തീയതി പുലർച്ചെയുടെ ആദ്യ കാഴ്ചയെ കണി കാണൽ എന്ന് പറയുന്നു. ഇതായിരിക്കും ഒരു വർഷത്തെ മുഴുവൻ ഐശ്വര്യങ്ങളെയും സ്വാധീനിക്കുക എന്നാണ് വിശ്വാസം. അതിനാൽ മനോഹരവും സുന്ദരവുമായ കണി ഒരുക്കി വെക്കുന്നതിനെ വിഷുക്കണി എന്ന് പറയുന്നത്. സമ്പൽ സമൃദ്ധമായ പ്രകൃതിയുടെ കൊച്ചു രൂപം തന്നെയാണ് വിഷുക്കണി. ഭൂമിയിലെ ഓരോ വസ്തുവും സത്വ, രജോ, തമോ ഗുണമുള്ളവയാണ്. കണി ഒരുക്കാൻ സത്വഗുണമുള്ളവയും പരിഗണിക്കാവൂ. കണി വെക്കുന്നതിനുള്ള ഓട്ടുരുളി, നിലവിളക്ക്, വാൽക്കിണ്ടി എന്നിവ തേച്ച് വൃത്തിയാക്കിയ ശേഷമേ ഉപയോഗിക്കാവൂ. വിഷുവിന്റെ തലേന്ന് കുടുംബനാഥനോ മുതിർന്നവരോ വേണം വിഷുക്കണി ഒരുക്കാനായിട്ട്. കണ്ണന്റെ വിഗ്രഹത്തിന്റെ ചിത്രത്തിന്റെ മുന്നിലാണ് കണി ഒരുക്കേണ്ടത്. അതിൽ വീട്ടുമുറ്റത്തുള്ള പൂക്കൾ കൊണ്ട് മാല കോർത്തിടുന്നത് അത്യുത്തമമാണ്. പ്രപഞ്ചത്തിന്റെ പ്രതീകമായ ഓട്ടുരുളിയിൽ ഉണക്കലരി പകുതിയോളം നിറയ്ക്കുക. ആദ്യം സ്വർണ്ണ നിറത്തിലുള്ള കണിവളരി വെക്കുക. പിന്നീട് ചക്ക, പൊതിച്ച നാളികേരം, മാങ്ങ, കദളിപ്പഴം, നാരങ്ങ, നെല്ലിക്ക എന്നിവ വെക്കുക. ചക്കയും നാളികേരവും ഗണപതിയുടെ ഇഷ്ടഭക്ഷണമാണ്. മാങ്ങ സുബ്രഹ്മണ്യന്റെയും, നാരങ്ങയും നെല്ലിക്കയും ലക്ഷ്മി ദേവി സങ്കല്പത്തിന് വെക്കുന്നത്. ശ്രീ ഭഗവതിയെ സങ്കല്പിച്ചുകൊണ്ട് ഓട്ടുകളുടെ നടുക്കായി വാൾക്കണ്ണാടി വെക്കുക. അതിൽ സ്വർണ്ണമാല ചാർത്തുക. കണിക്കൊപ്പം സ്വന്തം മുഖം കണ്ട് ഉണരാൻ വേണ്ടിയാണത്. ഏറ്റവും പ്രധാനമായ കണിക്കൊന്നപ്പൂക്കൾ വെക്കുക എന്നത് വളരെയധികം പ്രാധാന്യമുള്ളവയാണ്. കണിവെള്ളരി മഹാവിഷ്ണുവിന്റെ മുഖമായും കൊന്നപ്പൂക്കൾ കിരീടമായും വാൾക്കണ്ണാടി മനസ്സുമായാണ് സങ്കല്പം. ഇതിന്റെ തൊട്ടടുത്തായി ഓട്ടുതലത്തിൽ അലക്കിയ കസവുമുണ്ട്, ഗ്രന്ഥം, കുങ്കുമച്ചെപ്പ്, കൺമഷി, വെറ്റേല, നാണയത്തുട്ട്, പാക്കും എന്നിവ വെക്കുക. നവധാന്യങ്ങൾ വെക്കുന്നത് നന്ന്. ലക്ഷ്മി ദേവിയുടെ പ്രതീകമാണ് സ്വർണവും നാണയങ്ങളും. ഗ്രന്ഥം സരസ്വതി ദേവിയെ കുറിക്കുന്നു. പീഠത്തിൽ നിലവിളക്ക് വെച്ച് എണ്ണ ഒഴിച്ച് 5 തിരിയിട്ട് വെക്കുക. മുന്നിലായി സാമ്പ്രാണി, ഓട്ടുകിണ്ടിയിൽ ശുദ്ധജലം, പൂക്കൾ, കൊടിവിളക്ക് എന്നിവ പിറ്റേന്നുമായി ഒരുക്കി വെക്കുക. ദീപപ്രഭ മൂലമുള്ള നിഴൽ കൃഷ്ണന്റെ വിഗ്രഹത്തിൽ പതിക്കാത്ത രീതിയിലാവണം വിളക്കിന്റെ സ്ഥാനം. വിഷുദിനത്തിൽ നിലവിളക്കിന്റെ സ്വർണ്ണ വെളിച്ചത്തിന്റെ ഉണ്ണിക്കണ്ണനെയും ധനവും ധാന്യങ്ങളും ഫലങ്ങളും കണികണ്ണുണരുമ്പോൾ ഐശ്വര്യപൂർണ്ണമായ ഒരു ജീവിത കാലഘട്ടമാണ് നമുക്ക് എല്ലാവർക്കും ലഭിക്കുന്നത്. വരാനിരിക്കുന്ന ഓരോ കൊല്ലത്തിന്റെയും മുഴുവൻ പ്രതീക്ഷയാണ് കണ്ണിന് പൊൻകണിയായി ഉരുളിയിലിരിക്കുന്ന വിഷുക്കണി എന്ന് പറയുന്നത്. വിഷുക്കണി കാണേണ്ടത് ഉണർന്നെഴുന്നേറ്റാൽ ഉടൻ തന്നെ എന്ന കാര്യത്തിൽ സംശയമില്ല. എന്നാൽ എത്ര മണിക്കാണ് ഉണർന്നെഴുന്നേൽക്കേണ്ടതെന്ന്, എത്ര മണിക്കാണ് കണി കാണേണ്ടതെന്നും എന്നതിനെ കുറിച്ച് പഴമക്കാർ വ്യക്തമായ ധാരണയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. വിഷു ദിവസം മാത്രമല്ല, എല്ലാ ദിവസവും ബ്രഹ്മമുഹൂർത്തത്തിൽ ഉണർന്നെഴുന്നേൽക്കണമെന്നാണ് പഴമക്കാർ പറയുന്നത്. ഈ ബ്രഹ്മമുഹൂർത്തം കൃത്യമായി എപ്പോഴാണെന്ന കാര്യത്തിൽ വ്യത്യസ്തമായ ചില അഭിപ്രായങ്ങളാണ് ഉണ്ടെങ്കിലും സൂര്യോദയത്തിന് മുൻപുള്ള 48 മിനിറ്റ്, അതായത് 2 നാഴിക മുമ്പ് 48 മിനിറ്റാണ് ബ്രഹ്മമുഹൂർത്തം എന്ന് പറയപ്പെടുന്നത്. ഒരു മുഹൂർത്തം എന്നാൽ 48 മിനിറ്റ് ആണ്. അങ്ങനെ 24 മണിക്കൂർ ദിവസത്തിൽ ആകെ 30 മുഹൂർത്തങ്ങളാണ് ഉള്ളത്. പകൽ 15, രാത്രി 15. ഇതിൽ രാത്രിയിലെ 14ാമത്തെ മുഹൂർത്തമാണ് ബ്രഹ്മമുഹൂർത്തം. അതായത് സൂര്യോദയം 6 മണിക്കാണെങ്കിൽ പുലർച്ചെ 4:24 ബ്രഹ്മമുഹൂർത്തമായി തുടങ്ങാം. 5:12 അവസാനിക്കും. വിഷുക്കണി കാണുന്നത് ഈ ബ്രഹ്മമുഹൂർത്തത്തിലായിരിക്കണം. വിഷു എന്ന വാക്കിന്റെ അർത്ഥം രാവും പകലും തുല്യമായ ദിവസം എന്നാണ്.